ഹായ് ഫ്രണ്ട്സ്, കോമഡി റൊമാൻസും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നിറഞ്ഞ ദ കോമിക് ബാങ്ക് എന്ന ചൈനീസ് ഡ്രാമയുടെ മലയാള എക്സ്പ്ലനേഷൻ എപ്പിസോഡ് 2 ആണിത്. എപ്പിസോഡ് 1 കണ്ടിട്ട് എല്ലാവരും എപ്പിസോഡ് 2 കാണാൻ ശ്രമിക്കുക. കാരണം എപ്പിസോഡ് 1 എൻ്റെ ആയിത്തുനിന്ന് തന്നെയാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോ നമ്മളെ സുവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്ന്. നമ്മളെ സുവ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് വിചാരിച്ച് എനിക്ക് 2 വർഷമായിട്ട് ഒരാളെ ഇഷ്ടമാണ്. അവൻ നല്ല ടോളും ഹാൻഡ്സവും നല്ല സ്മാർട്ടുമാണ്. ഞാൻ ഒരു ദിവസം അവനെ പ്രപ്പോസ് ചെയ്തതാണ്, പക്ഷേ അവനത് മനസ്സിലായില്ല. ഇപ്പം പോലും അവൻ എൻ്റെ കൂടെയുണ്ട്. നമ്മളെ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ഇയെ പ്രപ്പോസ് ചെയ്തു. അവനിപ്പം എന്തെങ്കിലും ഒരു ആൻസർ പറയുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിങ്ങൾ സോയ്ക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഓ ആണോ, എൻ്റെ കയ്യിൽ നിങ്ങൾ ലവ് സക്സസ് ആയിരിക്കും. മനസ്സിൽ ചിന്തിക്കുകയാണ്, എടാ നീ പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ദൈവമേ, ഞാൻ ഇവനെ ഇൻഡയറക്റ്റായിട്ട് പ്രപ്പോസ് ചെയ്തിട്ട് ഇവനത് മനസ്സിലായില്ലല്ലോ. ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് പ്രപ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കേട്ടത് നമ്മൾ വീണ്ടും ഒരു പേപ്പർ എടുത്ത് അവൻ്റെ ഓട്ടോഗ്രാഫ് ഇട്ട് സോനു കൊടുക്കുന്നത്. ഇത് കണ്ടത് അവൾക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ടാവും. അവളുടെ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് സാരമില്ല, ഇനിയിപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവനെ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഡെയിലി അവൻ്റെ വീട്ടിൽ പോയി അവനെ ഡാർക്കിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് വരുന്ന സുവനെയാണ്. ആർട്ടിക്കിളിൽ പറയുന്നത് മിസ്റ്റർ മെങ്ങി വളരെ പാവമോ, ഒരു പുഴുവിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണെന്നാണ്. വായിച്ചിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിയാ, ഈ വളരെ പാവമാണ്, അവനൊരു പുഴുവിനെ പോലും നോവിക്കത്തില്ല എന്ന് പറഞ്ഞവൾ തിരിയുന്ന സമയത്താണ് അവിടെ ഒരു പാറ്റേനെ ആരഞ്ചും പുറഞ്ചും ഇട്ട് തല്ലുന്നത്. ഇത് കണ്ട് അവൾ ജസ്റ്റ് ഒന്ന് വണ്ടർ അടിക്കുന്നുണ്ട്. സോനെ കണ്ടത് നമ്മൾ സോന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കുറിച്ച് വന്ന ആർട്ടിക്കിള് അവനെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടതാണ്. മെങ്ങി, നിങ്ങൾ വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് നമ്മളെ പറയുമ്പം നമ്മളെ പറയുന്നുണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നും ഞാനാണ് മെങ്ങി എന്നും ഈ കോളേജിൽ ഒരാൾക്കും അറിയത്തില്ല, നിനക്ക് മാത്രമാണ് അറിയുന്നത്, നീ ഇത് ആരോടും പറയരുത്. മനസ്സിൽ വിചാരിക്കുന്നത്, ഞാൻ ഇത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അവൻ എന്നോട് മാത്രം ഈ കാര്യം പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മൾ പറയാണ്, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാലും അവരാരും അത് വിശ്വസിക്കത്ത പോലുമില്ല, നീ വെറുതെ ചമ്മത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതും പറഞ്ഞ് നമ്മൾ നേരെ ക്ലാസ്സിൽ കയറി പോവുക. അപ്പം നമ്മളെ സോവും ഈയുടെ പുറകെ ആ ക്ലാസ്സിൽ കയറുന്നുണ്ട്. വന്ന് ഈയുടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സോനോട് ചോദിക്കുകയാണ്, അല്ല നീ അതിൻ്റെ സൈക്കോളജി പഠിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സൈക്കോളജി ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? അപ്പം നമ്മൾ പറയുന്നുണ്ട്, നേരത്തെ ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കുന്നില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ എന്തോ സൈക്കോളജിയിലോട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെയാണ് ഈ ക്ലാസ്സിൽ വന്നിരുന്നതെന്ന് അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. സൈക്കോളജി ക്ലാസ് കാണാൻ വന്നെന്നും പറഞ്ഞ് വായി നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈയോട് ചോദിക്കാൻ തുടങ്ങി, അല്ല നീ എന്തുകൊണ്ടാണ് ഗേൾസ് കോമിക്സ് എടുത്തത്? നിനക്കെന്താ ഈ സൂപ്പർ നാച്ചുറലും ക്രൈം ത്രില്ലേഴ്സും ആക്ഷനും ഒക്കെ എഴുതി? അതൊരു വലിയ കഥയാണ്. അത് പറയാനാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ കുറേ കോമിക്സ് വരയ്ക്കുമായിരുന്നു. കോമിക്സ് വരച്ച് ഓരോ കമ്പനിയിൽ കൊണ്ട് ചെല്ലുമ്പോഴും അവരെല്ലാം അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കമ്പനി അത് അപ്രൂവ് ചെയ്തു. പക്ഷേ ആ കമ്പനിയുടെ ആൾക്കാർ പറഞ്ഞു, അവർക്ക് വേണ്ടത് ഗേൾസ് കോമിക്സ് ആണ്, നിനക്ക് ഗേൾസ് കോമിക്സ് വരയ്ക്കാമെങ്കിൽ മാത്രം ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാതെ. അങ്ങനെയാണ് ഞാൻ ഈ ഗേൾസ് കോമിക്ക് വായിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇപ്പം ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വരയ്ക്കുന്ന ഓരോ കോമിക് ക്യാരക്ടേഴ്സും റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിലൊരു കമ്മ്യൂണിറ്റി നാച്ചുറലി വരുന്നുണ്ട്. അപ്പം നീ വരയ്ക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും റിയൽ ലൈഫിലുള്ളതാണോ? അതെ. അപ്പം നിൻ്റെ ആ കോമിക്കിലെ ഹീറോയിൻ മെയ്യും റിയൽ ലൈഫിലുള്ള? അതെ. അപ്പം മെയ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ല, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടല്ലേ? ഈ ഈ മെയ് ആരാണ്? ഓ, മെയ്യും എൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ, ഇന്നലെ രാത്രിയും കൂടി മീറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്നലെ രാത്രിയും കൂടി മീറ്റ് ചെയ്തേ ഉള്ളൂന്നോ? അവരെന്തിനായിരിക്കും ഇന്നലെ രാത്രി മീറ്റ് ചെയ്താ? അല്ല, എനിക്ക് ഈ മെയ്യെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അതിനെന്താ, നിനക്ക് ഞാൻ മെയ്യെ പരിചയപ്പെടുത്തി തരാമല്ലോ. മെയ് ഈ കോളേജിൽ തന്നെ ഉള്ളതാണല്ലോ, സമയമാവട്ടെ. മെയ് ഈ കോളേജിലുള്ളതാണോ? എങ്ങനെയെങ്കിലും മെയ്യെ കണ്ടുപിടിച്ചിട്ട് അടങ്ങത്തോളം എന്നും പറഞ്ഞ് നമ്മളെ ആ കോളേജ് ഫുള്ള് കറങ്ങി നടന്ന് മെയ്യിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സോന് കണ്ടെത്താൻ പറ്റില്ല. പ്രേമോ എന്ന് പറയുന്നത് ഇത്രയും തലവേദനയാണോ എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സോൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, എടി നീ എവിടെ പോയിരുന്നേ? എത്രയൊക്കെ തപ്പി നിന്നെ, എവിടെയെല്ലാം പോയി? ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ന്യൂ ക്യാരക്ടർ എൻട്രി ആവുന്നത്. ഇവൻ്റെ പേര് ജെയിംസ്. ജെയിംസ് ആ കോളേജിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയതുകൊണ്ട് ഇവൻ്റെ ചുറ്റും കുറേ പെൺപിള്ളേരുണ്ട്. ഇപ്പോഴും അതെനിക്ക് കുറേ പെൺപിള്ളേർ നോക്കൂടി അവനെക്കാട് എന്തു ഭംഗിയാണെന്നും പറഞ്ഞ് കുറേ കമൻറ്റ് അടിക്കുമ്പോൾ നമ്മളെ ജെയിംസ് പറയണേ, യോ എല്ലാവരും കൂടി ഇങ്ങനെ ഇട്ടെന്നെ പുകഴ്ത്താതാ, ഒരു സുന്ദരനായി ജനിച്ചത് എൻ്റെ തെറ്റാണോ? നോക്കൂ ഗേൾസ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എന്നെപ്പോലെ ഒരു സുന്ദരനെ കല്യാണം കഴിക്കാൻ പറ്റൂ. സോ എല്ലാവരും ക്ലാസ്സിൽ പോയേ. അപ്പോഴത്തേ നമ്മൾ ഈയോട് ചോദിക്കുക, ആരാ ഇവൻ ഇത്രയും ക്രിഞ്ചായിട്ട് സംസാരിക്കുന്ന ഒരുത്തന്നെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ ഒന്ന് സൂക്ഷിച്ച് അവൻ്റെ ബിഹേവിയർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇതെവിടെയോ എടാ, ഇത് മെയ്യാണോ? എടാ ദുഷ്ട, ഒരു ചെക്കന് പെങ്കുവച്ചായിട്ട് കോമിക്കിൽ എഴുതി വെച്ചേക്കുന്നു. പയ്യെ പറയും, ഇത് അവനറിയത്തില്ല. അവനെങ്ങനെ ഇത് അറിഞ്ഞ തീർന്നു.
ഇത് കേട്ടപ്പോഴാണ് നമ്മളെ ഹീറോയിന് സമാധാനമായത്. ഇത്രയും നേരം മെയ്യെന്ന് പറയുന്നത് ഒരു പെങ്കൊച്ചാന്നും പറഞ്ഞിരുന്ന പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അതിനുശേഷം നമ്മൾ ഈ ജെയിംസിനെ നമ്മൾ സുവോനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സുവോന് ജെയിംസിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നമ്മളുടെ ഈയുടെ അസിസ്റ്റൻസ് ആണ്. അടുത്ത സീനിൽ നമ്മൾ ഡാർക്കിങ് ചെയ്യുന്ന സുവോനെയും അത് നോക്കി ഒരുമാതിരി നിൽക്കുന്ന ജെയിംസിനെയാണ് കാണിക്കുന്നത്. ഇവൻ കുറേ നേരം കൊണ്ട് നമ്മളെ സുവോൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സോ നേരെ പോയി ഇയോട് ചോദിക്കുന്നുണ്ട്, ഇവനെന്താ വട്ടുണ്ട്, ഇവനെന്തിനാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഓ അത് നീ അവനോട് ഹെൽപ്പ് ചോദിക്കുമെന്നും പറഞ്ഞാൽ നീ പോയി എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചു നോക്ക്. എന്തൊത്തിനി പോയി ചോദിക്കടോ. ശരി ശരി, ഞാൻ പോയി ചോദിച്ചു നോക്കാം. ജെയിംസ്, ഇതിലെനിക്ക് കറക്റ്റായിട്ട് ബ്ലാക്കിങ് ചെയ്യാൻ അറിയത്തില്ല, നീ ഒന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ടത് നമ്മളെ ജെയിംസിൻ്റെ മുഖത്ത് ഒരു 100 ബൾബ് കത്തിച്ച കണക്ക് ചിരി വരുന്നുണ്ട്. അതിനെന്താ ഇത്ര എക്സ്പേർട്ടായിട്ടുള്ള ഞാൻ ഇവിടെ നിൽപ്പില്ലേ, ഞാൻ നല്ലത് വൃത്തിയായിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞാൽ നമ്മളെ ജെയിംസ് സുവോന് ബ്ലാക്കിങ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പ്രൊഫഷണലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജെയിംസിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോ വരയ്ക്കുന്ന കോമിക്സിനെല്ലാം തീം കൊടുക്കുന്നത് ജെയിംസ് ആണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയുള്ള തീം ജെയിംസ് വരച്ച് നമ്മൾ സുവോനെ കാണിക്കുന്നുണ്ട്. ആ ഒരു പിക്ക് കണ്ട് നമ്മൾ സുവോ നന്നായിട്ട് ഫ്ലാറ്റ് ആവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ജെയിംസ് ആ പിക്ക് വരച്ചേക്കുന്നത്. സുവോ നമ്മുടെ ഈ നോക്കുന്ന നേരം ഈ എന്തോ ഫോണിൽ നോക്കിയിട്ട് അപ്സെറ്റ് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ സുവോ ഈയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ നിനക്ക് പറ്റിയത്? അത് വേറൊന്നുമല്ല സുവോ, അന്ന് നമ്മൾ സൈക്കിളിൽ പോയപ്പോൾ ഞാൻ ഒരു പിക്ചർ വരച്ചില്ലായിരുന്നോ, ആ പിക്ചർ ആ കമ്പനിക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരത് റിജക്റ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോമിക്ക് ഫസ്റ്റ് പ്ലേസിലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കോമിക്ക് സെക്കൻഡ് പ്ലേസിലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കോമിക്ക് പൂട്ടിക്കെട്ടേണ്ടി വരും. അത് നീ പറഞ്ഞാൽ ശരിയാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിഷമിക്കാതെ, ഇപ്പം ഞാനും കൂടി ഇല്ലേ നിങ്ങളുടെ കൂടെ, നമുക്ക് എന്തൊക്കെയായാലും നമ്മൾ കോമിക്കിനെ ഫസ്റ്റ് പ്ലേസിൽ എത്തിക്കാം. ഞാൻ കുറേ കോമിക്സും ഡ്രാമാസും ഒക്കെ കണ്ടിട്ടുള്ള, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ന്യൂ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സാധാരണ കോമിക്സും ഡ്രാമാസും ഒക്കെ ഡൗൺ ആയാൽ അവരൊരു ന്യൂ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം അത് നല്ല റീച്ച് ആവുകയും ചെയ്യും. ഇനി ഞാനൊരു ന്യൂ ക്യാരക്ടറിനെ എവിടെ നിന്ന് പോയി തപ്പി കണ്ടുപിടിക്കാനായി, എനിക്ക് വയ്യ. നീ പേടിക്കണ്ടല്ലയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എൻ്റെ അത്ര സ്മാർട്ട് അല്ലെങ്കിലും ലുക്ക് ഔട്ട് അവൾ അത്യാവശ്യം നല്ല പോപ്പുലറാണ്. പെൺപിള്ളേർ വരെ അവളെ ലുക്ക് കണ്ട് പുറകെ ചുറ്റുന്നുണ്ട്. നമുക്ക് നാളെ അവളെ പോയി മീറ്റ് ചെയ്യാം. അങ്ങനെ അവർ 3 പേരും കൂടെ പിറ്റേ ദിവസം ഡ്രാമ ക്ലബിൻ്റെ അടുത്ത് ആ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ് പറഞ്ഞത് കണക്ക് തന്നെ ആ പെങ്കൊച്ചും അവളെ ചുറ്റി കുറേ പെൺപിള്ളേരും കൂടെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ജെയിംസ് നമ്മൾ ഈയോട് പറയുന്നുണ്ട്, അതാണ് എൻ്റെ ഫ്രണ്ട് ലൂഡോ. ലൂഡോ ആണെങ്കിൽ അതിലൊരു പെങ്കൊച്ചിനോട് അവളുടെ മുടി ഒന്ന് സ്മെല്ല് ചെയ്തിട്ട്, നിൻ്റെ ഷാമ്പു കൊള്ളാലോ, നീ ഏത് ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് ആ കൊച്ച് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഇവരെ കണ്ടുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ലൂഡോ നേരെ നടന്നു വന്നിട്ട് നമ്മുടെ സുവോനെ നോക്കി ഹൈ ക്യൂട്ടി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ സുവോവും ഫ്ലാറ്റ് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ലൂഡോൻ്റെ അടുത്ത് ജെയിംസ് സുവോനെയും ഈനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൂഡോ അവരെല്ലാം പരിചയപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും അവൾ ജസ്റ്റ് ഒന്ന് ആച്ചിൽ ടൈം നോക്കിയിട്ട്, അയ്യോ അവനിപ്പം വരും. അപ്പോഴത്തേക്കും ജെയിംസ് പറഞ്ഞു, ദൈവമേ അവൻ വരാൻ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് സുവോ ചോദിക്കുന്നുണ്ട്, ആരാ ഈ അവൻ നിങ്ങളുടെ പ്രിൻസ് ആണോ? ഈ ഫെയറി ടെയിലൊക്കെ കാണുന്ന കണക്ക് നിങ്ങളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ വരുമോ? മാങ്ങാത്തോലി അതും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ലൂഡോനെ വന്ന് ആരോ പൊക്കി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതാരാ, പുതിയ വില്ലനാണോ എന്ന് നോക്കാൻ എടുത്ത് ഈ ഒരു ചെക്കൻ നമ്മളുടെ സൂവിൻ്റെ ഡീഡയൊക്കെ സീനിയറാണ്. നമുക്ക് പിന്നെ സീനിയർ എന്ന് വിളിക്കാം. ഓക്കെ, ഇവനും ലൂഡോനെ പോലെ നല്ല ഫേമസുമാണ്, ഡ്രാമ ക്ലബിൻ്റെ പ്രസിഡൻറ്റുമാണ്. അത് മാത്രമല്ല നമ്മൾ ലൂഡോൻ്റെ ക്രഷുമാണ്. ഇവൻ ഏതൊരു കാര്യം ചെയ്താലും അത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. അടുത്ത സീനിൽ നമ്മൾ ജെയിംസിനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ കോമിക്കിൽ ഒരു ബ്രീഫ് ഇമേജ് കണ്ടല്ലോ, അത് നീയാണോ വരച്ചത്? അത് ഞാനല്ല വരച്ചത്, ഞാൻ ടീം മാത്രമേ നോക്കൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്ന വേറൊരു അസിസ്റ്റൻ്റ്. ഈക്കിന് വേറെ അസിസ്റ്റൻ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഇന്നലെ ഈയും ആ അസിസ്റ്റൻറ്റും കൂടെ ലൈറ്റ് നൈറ്റ് ആ ഒരു ഇമേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും കൂടി അവർ മീറ്റ് ചെയ്തിരുന്നു. അതിനിപ്പോൾ ആരായിരിക്കും? അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. അവരെല്ലാവരും കൂടെ ലൂഡോനെ കണ്ടിട്ട് വരാൻ നേരത്ത് ലൂഡോൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ബുക്കിൽ ഇതേ സെയിം ഇമേജ് കണ്ടു. ഇനിയിപ്പോൾ ആ അസിസ്റ്റൻറ്റ് ലൂഡോ എന്നും പറഞ്ഞ് നേരെ ലൂഡോനെ കാണാൻ വേണ്ടി ഡ്രാമ ക്ലബിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിച്ചു, ഇവിടെ നിന്നവൾ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോയതെന്നും പറഞ്ഞ് വണ്ടടിച്ച് ജെയിംസ് അവിടെ നിൽപ്പുണ്ട്. നേരെ നമ്മൾ ഡ്രാമ ക്ലബിൽ ചെന്നിട്ട് ഒരു പേപ്പറിൽ ഒരു ക്രൗണിൻ്റെ പിക്കും നേരത്തെ അവൾ ആ കോമിക്കിൽ കണ്ട ആ ഒരു ബ്രീഫ് ഇമേജ് വരച്ചിട്ട് ലൂഡോനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിൽ ഏത് സെലക്ട് ചെയ്തു? നമ്മൾ ലൂഡോ ആണെങ്കിൽ ആ ക്രൗൺ ആണ് സെലക്ട് ചെയ്യുന്നത്. മറ്റേ പിക്ക് കാണാൻ തന്നെ ഒരുമാതിരി ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് നമ്മൾ സുവോന് സമാധാനമായത്. ഇവളല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും എന്നും പറഞ്ഞ് അവൾ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഡ്രാമ ക്ലബിൽ തന്നെ ആരോ ആ പിക്ചർ വരച്ചു വെച്ചേക്കുന്നത്. സുവോന് മനസ്സിലാവുന്നുണ്ട് ഈ ഡ്രാമ ക്ലബിലുള്ള ആരോ തന്നെയാണ് ഈയുടെ അസിസ്റ്റൻ്റ് എന്ന്. അതാരായാലും കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്ന സുവോനെ കാണിച്ചാണ് എപ്പിസോഡ് എൻഡാവുന്നത്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു അബദ്ധം പറ്റിയാണ്. നമ്മളെ സുവോവും ഈയും ഒക്കെ സ്കൂളിലാണ് പഠിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ നമ്മുടെ സുവോൻ്റെ യൂണിഫോം കണ്ടാണ് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് എപ്പിസോഡ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ കോളേജിലാണ് പഠിക്കുന്നതെന്ന്. എൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്